Projection of plane അടുത്ത പ്രോബ്ലം ABCD is a rhombus of diagonal AC 100 mm and BD 70 mm. Its corner C is on HP and the plan of the rhombus is a square. Draw its projections and find its inclination with HP. തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന റോംബസ് ആണ്. അതിൻ്റെ ഡയഗണൽ AC 100 mm BD 70 mm ലെങ്ത്തിലുമാണുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കോർണർ C ഈസ് ഓൺ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യാണ്. ആൻഡ് ദ പ്ലാൻ ഓഫ് ദ റോംബസ് ഈസ് എ സ്ക്വയർ. റോംബസിൻ്റെ പ്ലാൻ സ്ക്വയർ ആകണമെങ്കിൽ അത് അതിൻ്റെ ഡയഗണൽ സിയിൽ റെസ്റ്റ് ചെയ്യും. ഒപ്പം തന്നെ അത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടും ആണ് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യം എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റോംബസ് ആയതുകൊണ്ട് എച്ച് പിക്ക് പാരലായിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കുകയാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ ട്രൂ ഷേപ്പിലായിരിക്കും. ഡയഗണൽ AC 100 mm BD 70 mm. നമ്മളാദ്യം റെഫറൻസ് ലൈൻ വരച്ചിട്ട് റോംബസ് കൺസ്ട്രക്ട് ചെയ്യുക. XY എച്ച് പിയിൽ നിന്ന് 40 mm എബവ് ആണ് അതിൻ്റെ സെൻറ്റർ. അതുകൊണ്ട് 40 mm ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുന്നുണ്ട്. 50 mm താഴെ മാറിയിട്ട് സെൻട്രൽ ലൈൻ വരയ്ക്കുക. ഡയഗണൽ 100 mm സെൻട്രൽ നിന്ന് 50 mm രണ്ട് സൈഡിലേക്ക് എടുത്തിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. 70 ഡയഗണൽ മാർക്ക് ചെയ്യുക. 35 ഈച്ച് സൈഡ്. പോയിന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റോംബസിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവും. ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുക. ABCD ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ ഡയഗണൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ വരയ്ക്കാം. A ഡാഷ് മാർക്ക് ചെയ്യാം. B ഡാഷ് D ഡാഷ്. ഇത് C ഡാഷ്. ഇതിൻ്റെ പ്ലാൻ ഒരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. C എന്ന് പറഞ്ഞ പോയിന്റിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ കിട്ടുന്നത് സ്ക്വയർ ആയിട്ടാണ്. പ്ലാൻ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ BD യുടെ ലെങ്ത്ത് 70 mm ദാറ്റ് ഈസ് ഈക്വൽ ടു AC ആയിരിക്കും. അപ്പോൾ പിന്നെ ഡയഗണൽ 70 ഉള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ബിയിൽ നിന്നും ഡിയിൽ നിന്നും ഹൊറിസോണ്ടൽ പ്രൊജക്റ്റേഴ്സ് വരയ്ക്കുക. അതിനുശേഷം BD ഡയഗണൽ വരയ്ക്കുക. സെൻറ്റർ പോയിന്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി 35 എടുത്തിട്ട് രണ്ട് സൈഡിലേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 35 എടുത്ത് പോയിന്റ് മാർക്ക് കഴിഞ്ഞാൽ എയും സിയും A1 C1 A1 C1 D1 B1 ജോയിൻ ചെയ്യാം. B1 C1 ഇതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാം. ടോപ്പ് വ്യൂ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. സെൻറ്റർ ലൈനും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാം. ഇത് O' ആയിരിക്കും. ഇത് O1, ഇത് O1'. 50 റേഡിയസ് എടുക്കുക. O1' സെൻറ്ററായിട്ട് ആർക്ക് വരയ്ക്കുക. ആർക്ക് ഈ വെർട്ടിക്കൽ പ്രൊജക്ടറിനെ കട്ട് ചെയ്ത 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ പോയിന്റ് A1', ഈ പോയിന്റ് C1'. ഇവിടെ B1', ബ്രാക്കറ്റിൽ D1'. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും HP-യും തമ്മിലുള്ള ആംഗിൾ മെഷർ ചെയ്യാം. ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഇതാണ് തീറ്റ. അളന്ന് കഴിയുമ്പോൾ 46 ഡിഗ്രിയാണ് കിട്ടുന്നത്. അത് സൈഡിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ 25 mm സൈഡ് having one of its side in HP and inclined at 60 degree to the VP and its surface making an angle 45 degree with HP. തന്നിരിക്കുന്നത് ഒരു ഹെക്സഗൺ ആണ്, റെഗുലർ ഹെക്സഗൺ. അതിൻ്റെ ഒരു സൈഡ് 25 mm ആണ്. VPക്ക് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സർഫസ് 45 ഡിഗ്രി HP-ക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടേ ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ HP-ക്ക് പാരലായിട്ട് അസ്യൂം ചെയ്യുക. ഹെക്സഗൺ HP-ക്ക് പാരലായിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ട്രൂ ഷേപ്പിൽ കിട്ടും. നമ്മൾ ആദ്യം ഹെക്സഗൺ ട്രൂ ഷേപ്പിൽ വരയ്ക്കുക. ആദ്യം റെഫറൻസ് ലൈൻ വരയ്ക്കുക. XY റെഫറൻസ് ലൈൻ വെർട്ടിക്കലായിട്ട് 25 mm സൈഡ് ലെങ്ത്തിൽ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് വരയ്ക്കുക. ലെങ്ത് എടുത്തിട്ട് ആർക്ക് വരച്ചിട്ട് ഈ 2 പോയിന്റിൽ നിന്നും ആർക്ക് വരച്ച് കട്ട് ചെയ്തതിന് സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ഇനി സർക്കിൾ വരയ്ക്കുക. നമ്മൾ ഹെക്സഗൺ ഇൻസ്ക്രൈബ് ചെയ്യാണ്. ഈ 25 ലെങ്ത് എടുത്തിട്ട് ആർക്ക് കട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈഡുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഹെക്സഗണായി. ഹെക്സഗൺ മാർക്ക് ചെയ്യുക. A, B, C, D, E, F. ഇത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. സെൻറ്റർ കൂടി അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. A', B', C'. ഈ 3 പോയിന്റ് മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. സർഫസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP തന്നിട്ടുള്ളതുകൊണ്ട് A', B', C' കോപ്പി ചെയ്തിട്ട് റെഫറൻസ് ലൈനിന് 45 ഡിഗ്രി ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാം. ഇത് 44 ഉണ്ട്. ഡിഗ്രി
44, 22 കൂടി മാർക്ക് ചെയ്യുക. 44ൻ്റെ ഹാഫ് സെൻറ്റർ പോയിൻ്റ്. ഈ പോയിൻ്റുകളെല്ലാം താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ പോയിൻ്റ് ABCD പ്രൊജക്റ്റ് ചെയ്യുക. A1, B1, C1, D1, E1, F1. പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യാം. അപ്പോൾ A1 F1 നമ്മൾ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്യാണ്. A1 F1 കോപ്പി ചെയ്തിട്ട് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്യാണ്. 60 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് തിൻ ലൈൻ വരയ്ക്കുക. അതിൽ A1 F1 ആ സൈഡ് 25 തന്നെയാണ്. A1 F1 വരയ്ക്കുക. അടുത്ത ഈ ലെങ്ത്ത് A1 C1 എന്ന് പറയുന്ന ലെങ്ത്ത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. A1 C1 30.5 ഉണ്ട്. 30.5 30.5. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് 30.5ൻ്റെ സെൻറ്റർ പോയിൻ്റ് 15.25 എന്നുള്ള ഒരു ലെങ്ത്ത് എടുത്തിട്ട് ഒരു തിൻ ലൈൻ വരയ്ക്കുക. അടുത്തായിട്ട് ഈ പോയിന്റിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് അത് കോപ്പി ചെയ്യുക. 13 മില്ലിമീറ്റർ ആണ്. രണ്ട് സൈഡിലേക്കും 13 മില്ലിമീറ്റർ കോപ്പി ചെയ്ത് പോയിന്റ് വരയ്ക്കുക. ഇവിടെ നിന്ന് അതുപോലെ 13. ഈ ഹെക്സഗൺ ഇതുപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്തത്. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്യാം. അടുത്ത ഈ പോയിന്റുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക. പോയിന്റ് A1, B1, C1, D1, E1, F1. F1 ഡാഷ് ആണ് ഈ പോയിന്റ്. F1 ഡാഷ്. ഈ പോയിന്റ് A1 ഡാഷ്. ഇത് E1 ഡാഷ്. ഈ പോയിന്റ്
D1 dash, C1 dash, ഈ പോയിന്റ് B1 dash, B1 dash പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യാം. ഈ സൈഡും വെർട്ടിക്കൽ പ്ലെയിൻ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അടുത്ത സർഫസ് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഉള്ള ആംഗിൾ 45 ഡിഗ്രി. അതിൻ്റെ ഒരു സൈഡ് ഡയമെൻഷൻ ചെയ്യാം. ഡയഗണൽ ഡയമെൻഷൻ ചെയ്യാം. AC 100 ആണ്. അതുപോലെ BD 70. $70.